അവസാന ഘട്ടത്തിലാണ് പിന്നെ ഒന്നാം തവണ ലാലി ജെയിംസിനും രണ്ടാം ഘട്ടം സുബി ബാബുവിനും എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു ലാലി വരുമോ നെജി വരുമോ എന്നുള്ള വാർത്തകളൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വ്യക്തി അല്ലെങ്കിൽ ഇതിനെ പ്രതീക്ഷയോടെ കൂടി കാത്തിരിക്കുന്ന വ്യക്തി എന്ന നിലയ്ക്ക് എനിക്കും ആഗ്രഹങ്ങളും മജ്ജയും മാംസവുമുള്ള ഒരു വ്യക്തിയല്ലേ. തീർച്ചയായിട്ടും അത് ആഗ്രഹിക്കാൻ പാടില്ലാത്തതാണെന്നാണോ? തീർച്ചയായിട്ടും ശ്രീമതി ലാലി ജെയിംസ് അങ്ങനെ ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല. മാത്രമല്ല താങ്കളെ സംബന്ധിച്ചിടത്തോളം എല്ലാ യോഗ്യതകളും ഉണ്ട്. ഒരു 4 വട്ടം കൗൺസിലറായ ആൾ മാത്രമല്ല, തൃശ്ശൂർ അവിടെ സംബന്ധിച്ചിടത്തോളം ഒരു കോൺഗ്രസിന്റെ ഒരു മുഖമായ ജനകീയ പ്രശ്നങ്ങളിലൊക്കെ മുൻപിലുള്ള താങ്കളെ പോലുള്ള ആൾക്ക് അത് ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരാൾക്കാണ് മേയറാകാൻ കഴിയുക ഒരേ സമയത്ത്. ഒരു ടേം വ്യവസ്ഥയിൽ താങ്കളെ കൂടി അടുത്ത ടേമിൽ പരിഗണിച്ചിരുന്നു എന്ന് കൂടെ കേൾക്കുന്നു. അപ്പോൾ അതൊക്കെ തള്ളിക്കൊണ്ട് ഇങ്ങനെ ഒരു പാർട്ടിക്കെതിരെ രംഗത്ത് വരേണ്ടതുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അങ്ങനെയുണ്ടെങ്കിൽ DCC പ്രസിഡന്റിന്റെ പ്രഖ്യാപനത്തിൽ നിങ്ങളത് കേട്ടുവോ? DCC പ്രസിഡന്റ് മേയർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ ടേം വ്യവസ്ഥയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി എന്തായിരുന്നു? അപ്പോൾ താങ്കൾക്ക് അത് സംബന്ധിച്ച് യാതൊരു അറിയിപ്പും ലഭിച്ചിരുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ടേം വ്യവസ്ഥ ഉണ്ട് എന്ന് പോലും പറഞ്ഞിരുന്നില്ല. ഇത് ചില ഞങ്ങൾക്ക് ആർക്കും ഇപ്പൊ ഞാൻ പറയുന്നത് ഒരാൾക്കേ മേയറാവാൻ കഴിയൂ എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ അർഹതയുടെ മാനദണ്ഡം നിശ്ചയിക്കുമ്പോൾ അതിൽ എവിടെയെങ്കിലും പിഴവ് സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് നേതൃത്വമാണ് പരിശോധിക്കേണ്ടത്. കാരണം ഇവിടെ അഡ്വക്കേറ്റ് സുബി ബാബു എന്നെപ്പോലെ 4 തവണ വിജയിച്ചു വന്നൊരു വ്യക്തിയാണ്. മുൻ ഡെപ്യൂട്ടി മേയറാണ്, KPCC അംഗമാണ്, DCC ജനറൽ സെക്രട്ടറിയാണ്. അവർക്ക് യോഗ്യതയില്ലേ മാഡം ഒരു അവസരത്തിൽ? തീർച്ചയായിട്ടും. അപ്പോൾ ടേം വ്യവസ്ഥ അനുസരിച്ച് ഒരു അവസരം നിങ്ങൾക്ക് കിട്ടിയിരുന്നുവെങ്കിൽ അത് രേഖാമൂലം DCC അറിയിച്ചിരുന്നെങ്കിൽ താങ്കൾക്ക് പ്രശ്നമില്ലായിരുന്നു അല്ലേ? അല്ല, അങ്ങനെയല്ല. അത് ആ പ്രശ്നം എന്ന് പറയുന്നത് ടേം വ്യവസ്ഥ പറയുന്നത് മറ്റൊരു കാര്യമാണ്. പക്ഷേ മുൻനിരയിലേക്ക് ഒരാൾ കയറി വരാനായിട്ട് ചില വേറെ വഴിവിട്ട കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പൊതുജനം സംസാരിക്കുമ്പോൾ അത് ഞാൻ പിന്നെ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞു എന്നുള്ളത് ശരിയാണ്. അതായത് എനിക്കൊരു ടേം തന്നു എങ്കിൽ ഞാൻ മിണ്ടാതിരിക്കുമായിരുന്നോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിങ്ങളുടെ ചോദ്യം. ഒരിക്കലുമല്ല. അവിടെയും ഞാൻ ഇങ്ങനെ വഴിവിട്ട കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും ഞാൻ പറയുമായിരുന്നു. കാരണം അത് ചെയ്യാൻ പാടില്ല. ജനാധിപത്യ വ്യവസ്ഥയിൽ പണിയെടുക്കുന്ന എല്ലാവർക്കും തുല്യ അവകാശമാണുള്ളത്. അല്ലാതെ KPCC പ്രസിഡന്റ് ആയതുകൊണ്ട് അത് കൊടുത്തു ഇത് കൊടുത്തു. അപ്പോൾ ഈ KPCC പ്രസിഡന്റുമാർക്കും KPCC ജനറൽ സെക്രട്ടറിമാർക്കും വൈസ് പ്രസിഡന്റുമാർക്കും മാത്രമാണോ ഇവിടെ പ്രധാനപ്പെട്ട പോസ്റ്റുകളിലേക്ക് വരാൻ കഴിയുക?